ടി ജി പിണറായി വിജയൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ എക്സലോജിക്കിൻ്റെ ഓഫീസിൽ ഇങ്ങനെ റെയ്ഡ് നടക്കുകയാണ്, ഇ ഡിയുടെ റെയ്ഡ്. അപ്പോൾ അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അഗ്നിപാതയിൽ കുരുത്ത അഗ്നിപാതയിലൂടെ നടന്ന തീയിൽ കുരുത്ത നേതാവാണ് പിണറായി, തൊടാൻ പറ്റില്ല, അതങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രസ്താവനകൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് വി മുരളീധരൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് CPM-നെ ഇല്ലാതാക്കാൻ മോദിക്ക് വേറെ പണിയൊന്നുമില്ലേ, ലോകത്ത് വേറെ എന്താ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ പരിഹസിച്ചു വിടുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ സതീശനുമായിട്ട് ചേർന്നുള്ള ഒരു, അതായത് ഇന്നലെ വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, ഇന്ന് റെയ്ഡ്, അപ്പോൾ അത് ഡീലാണ്, ഒരുമിച്ച് ഇല്ലാതാക്കാൻ നോക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അവർ ചെയ്യുന്നത് അറസ്റ്റ് തടയാനുള്ള ശ്രമമാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടിൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം അറസ്റ്റ് വേണ്ട എന്ന് ഇ ഡി തീരുമാനിക്കട്ടെ, അതിനുള്ള പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കൂട്ടം. ബാക്കി ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഈ വി ഡി സതീശൻ മോദിയെ ചെന്ന് കണ്ട് എന്ത് ഡിസ്കസ് ചെയ്യാനാണ് റെയ്ഡ് നടത്തണമെങ്കിൽ? ഇനി അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ തന്നെ ഫോണിൽ നടത്തിയാൽ പോരാ, അതിന് ഡൽഹി വരെ പോകേണ്ട കാര്യം ചുമ്മാ ആകെ ഫൂളിഷായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സാണ്. വാസ്തവത്തിൽ പാർട്ടി ഇപ്പോൾ ആളെ വിളിച്ച് കൂട്ടുന്നത് അറസ്റ്റ് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ടാണ്. ഒരു പബ്ലിക് പ്രഷർ കാണുമ്പോൾ തൽക്കാലം അറസ്റ്റ് വേണ്ട എന്ന് ഇ ഡി തീരുമാനിച്ചാൽ അത്രയുമായില്ല. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല. ബട്ട് ഇ ഡി ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യാതെ നാളെയും ഇ ഡി കയറി ചെല്ലുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് എത്ര നേരം ഈ റോഡിൽ കിടക്കാൻ പറ്റും? അത് വലിയ പ്രശ്നമാണ്. ഇപ്പുറത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുഴപ്പം, അവരാണ് ഏറ്റവും സ്മാർട്ടെന്ന് അവർ വിചാരിക്കുന്നു. ഇതും ഇതിനേക്കാൾ വയലൻ്റായിട്ടുള്ള പശ്ചിമ ബംഗാൾ കൈകാര്യം ചെയ്ത ആൾക്കാരാണ് ഇ ഡി. പല സ്ഥലത്തും അവർക്ക് വെച്ച കാലം പുറകോട്ടെടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇമാജിൻ, റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ വന്നിട്ട് ഇ ഡിയുടെ കയ്യിൽ നിന്ന് കമ്പ്യൂട്ടർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ സ്ഥലമാണ് ബംഗാൾ. അത്രയൊന്നും കേരളത്തിലായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഗേറ്റിന് പുറത്താണ് CPM നിൽക്കുന്നത്, അകത്തേക്കൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ പിണറായി സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററും അല്ല. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്, വളരെ കുറവാണ്. ആൾക്കാരെ വെച്ച് ബഹളം വയ്ക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇ ഡിക്ക് തോന്നിയ പോലെ ചെയ്യും. എനിക്ക് ഈ ഹൈക്കോടതി ഒരു സ്റ്റേ ഉണ്ടായിരുന്നു, അത് വെക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയൊന്നുമില്ല. ഹൈക്കോടതി ഉത്തരവും ഇതുമായിട്ട് റെയ്ഡുമായിട്ട് ബന്ധമൊന്നുമില്ല. റെയ്ഡ് പാടില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തടഞ്ഞിട്ടൊന്നുമില്ല. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് മാറ്റർ ഇതാണ്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻറ്റ് ലീഗൽ ഇഷ്യൂ ആണ് CMRL ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. അതിൽ വീണയോ ഒന്നും ആരും വാദിയോ പ്രതിയോ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഹൈക്കോടതി അനുമതി കൊടുത്തു, അതുകൊണ്ട് ഇ ഡി കയറി എന്ന് പറയുന്നത് ശരിയല്ല. ഇ ഡി വാസ്തവത്തിൽ ഇതിന് മുമ്പേ തന്നെ ഈ ഓപ്പറേഷൻ നടത്തേണ്ടതായിരുന്നു. അതെന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരു മഹാകാര്യം ഇ ഡി ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. എത്ര കാലമായി ഈ കേസ് തുടങ്ങിയിട്ട്? ഇതിനോടകം സകല തെളിവും എല്ലാം നശിപ്പിച്ചു കാണും. എന്തെങ്കിലും ബാക്കിയുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കേസ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഇനിയും ഒരുപാട് താമസിക്കും. ഇവർ ഈ പറയുന്ന പോലെ ഒരു ഡീൽ അവിടെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? മാത്രമല്ല ഈ ഒരു കാര്യം, ഈ ഒരു കേസ് ഇ ഡിയുടെ അന്വേഷണം, പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇ ഡിയുടെ പല കേസുകളും കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് അതങ്ങനെയല്ല എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും നടക്കുമോ, അതോ വെറുതെ ഒരു റെയ്ഡായിട്ട് അവസാനിക്കുമോ? ഇപ്പോൾ ഇത് റെയ്ഡായിട്ട് അവസാനിക്കും. പക്ഷേ ഈ കേസ് ഒരുപാട് താമസിക്കും. ഇ ഡി കേസുകൾ ഒരുപാട് കാലതാമസം എടുക്കുന്ന കേസ്. കാരണം എല്ലാത്തിനും ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം ഇ ഡി കേസ്. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് താമസിക്കും. അങ്ങനെയാണ് ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് താമസിക്കുന്നത്. ഡീല് എന്നൊക്കെ പറയുന്നത് വെറുതെ ഇതിൽ എന്ത് ഡീലുണ്ടാക്കാൻ? ഡീലിനൊരു പർപ്പസ് വേണ്ടേ? പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തണമെങ്കിൽ BJPക്ക്
കോൺഗ്രസുമായിട്ട് ഡീല് നടത്തേണ്ട കാര്യമുണ്ട്. ഇ ഡിയോട് പോയി റെയ്ഡ് ചെയ്യാൻ പറയുക, അവർ റെയ്ഡ് ചെയ്യും. മാത്രമല്ല BJP അല്ല ഇത് തീരുമാനിക്കുന്നത്, ED ആണ് തീരുമാനിക്കുന്നത്. ഒരാളുടെ വീട് റെയ്ഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ED ആണ്. ഒരാളിന് സമൻസ് അയക്കണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുന്നത് ED ആണ്. 2024 സംഭവം ഓർത്ത് നോക്കുക. തോമസ് ഐസക്കിനൊരു സമൻസ് അയച്ചു ED. തോമസ് ഐസക്ക് അത് തടയാനായിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് വന്ന തീർപ്പ് എന്തായിരുന്നു? തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണ്, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ED വീണ്ടും സമൻസ് അയച്ചിട്ടില്ല ഇതുവരെ. 2026 ഇതുവരെ സമൻസ് അയച്ചിട്ടില്ല. തോമസ് ഐസക്ക് ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ED സമൻസ് അയക്കും, അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും, എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ആ ഡീലാണെന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഡീലൊന്നുമല്ല, ഇത്രയും ഹിസ്റ്ററി കിടക്കുന്നു. മാസപ്പടി കേസ് തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്നല്ലെങ്കിൽ നാളെ ED റെയ്ഡ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അത് ഇന്നായിപ്പോയി എന്നേ ഉള്ളൂ. അതിൽ ഷോൺ ജോർജിൻ്റെ ഒരു ഇടപെടലിനെ എങ്ങനെ കാണുന്നു ആദ്യം മുതലേ ഉള്ള? ഷോൺ ജോർജ് ഒരുപാട് അധ്വാനിച്ചു ഇതിൽ. ബട്ട് ഷോൺ ജോർജിന് അത് സക്സസ്സിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഷോൺ ജോർജ് കൊടുത്ത സകല പെറ്റീഷനും അവിടെ കോടതിയിൽ സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. SFIയുടെ കുറ്റപത്രത്തിൻ്റെ കോപ്പി ഷോൺ ജോർജ് ചോദിച്ചിട്ട് അത് ലോവർ കോർട്ട് കൊടുക്കുമായിരുന്നു, ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ആ രീതിയിൽ കോടതികളുടെ ഇടപെടൽ ഈ കാര്യത്തിലുണ്ടായി. അതിന്ന് ഷോൺ ജോർജ് ഒരു TV ഷോയിൽ പറയുകയും ചെയ്തു, 4 ഹൈക്കോടതിയിൽ 8 പെറ്റീഷൻ വെച്ചാണ് പിണറായി വിജയൻ ഇത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഹൈക്കോടതിയുടെ സ്റ്റേ. അപ്പോൾ സ്റ്റേ അത്ര ലാഘവത്തോടെ ഹൈക്കോടതി കൊടുക്കരുതായിരുന്നു എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ചില കാര്യത്തിൽ ഹൈക്കോടതി വളരെ ഒരു ഗൗരവം കൊടുക്കാതെ പെരുമാറുന്നു. ഈ SFIയുടെ കുറ്റപത്രം ഒന്നും കുറ്റപത്രം സ്റ്റേ ചെയ്തു, അതിൻ്റെ കോപ്പി ആ പെറ്റീഷനൊക്കെ കൊടുക്കരുതെന്ന് പറയുക, അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഏത് നിയമം വെച്ചിട്ടാണ്? അതൊരു ശരിയായ കാര്യമല്ല. അതേസമയം ദുരൂഹമായ ചില കാര്യങ്ങൾ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. SFIക്ക് വീണയടക്കം ഉള്ളവർ കൊടുത്ത മൊഴിയുടെ കോപ്പി ലോവർ കോർട്ടിൽ ED ചോദിച്ചു. ലോവർ കോടതി പറഞ്ഞു അത് 25,000 പേജുണ്ട്. അപ്പോൾ ED പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ കോപ്പി മെഷീനുമായിട്ട് ഇവിടെ വരാം, പേപ്പറും മെഷീനുമായിട്ട്. കോടതി പറഞ്ഞു അങ്ങനെ ഒരു സംവിധാനം കോടതിയിലില്ല. ഒരാൾ മെഷീനുമായിട്ട് വന്ന് ഫോട്ടോ കോപ്പി എടുക്കുക, അതില്ല. ED ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്ത് പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല, അത് വിധി പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ EDയും SFIയും ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലുള്ള 2 വകുപ്പുകളാണ്. ഒരു വകുപ്പിൽ നിന്ന് മറ്റേ വകുപ്പിലേക്ക് ഫോട്ടോ കോപ്പി അങ്ങ് കൊടുത്താൽ പോരെ. അത് എറണാകുളത്ത് വന്നിട്ട് കീഴ്ക്കോടതിയിൽ അവർ തന്ന അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് താന്നൊക്കെ പറയുന്നത് ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഇതിന് വല്ല നിയമ സംഗതിയും ഉണ്ടാകും. കോടതി പറയാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ ഇൻകം ടാക്സിനൊക്കെ അങ്ങനെയുണ്ട്. ഇൻകം ടാക്സ് ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ്. പക്ഷേ ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിൽ തന്നെയുള്ള വേറൊരു വകുപ്പ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കില്ല. കൊടുക്കാൻ അവർ ബാധ്യസ്ഥരല്ല, കോടതി പറയണം. പിന്നെ അങ്ങനെ EDക്കും SFIക്കും തമ്മിൽ അങ്ങനെ ഒരു ഇൻ്റർലോക്ക് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ശരി, പക്ഷേ അതൊക്കെ ഫെയിലായി കോടതി ഇടപെട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താമസിച്ച ഒരു പ്രക്രിയയാണ്. ഷോൺ ജോർജ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ ആ സാധുവിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഈ വീണയ്ക്ക് പൈസ കൊടുക്കുന്നു, അതായത് മാസം ഇത്ര കൊടുക്കുന്നു, അത് പുറത്തു വന്നത് ഒരു അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണല്ലോ, എന്തോ സർവീസൊക്കെ പറഞ്ഞിട്ട്. പൊതുവേ ഈ CPMൻ്റെയും സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്വഭാവം, ഖജനാവിലെ പൈസ എങ്ങനെ പാർട്ടിക്ക് കൊടുക്കാമെന്നതിൽ നല്ല ഗൃഹപാഠം ചെയ്താണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുപോലെ പ്ലാൻ ചെയ്തതായിരിക്കുമോ ഇത്? എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്.
ഇപ്പോൾ വീണയ്ക്ക് മാസം കാശ് കൊടുക്കണമെങ്കിൽ വീണയെ ഇപ്പോൾ CMRL വേറെയും കമ്പനികളൊക്കെയുണ്ട്. ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് വീണയെ വയ്ക്കുക, മാസം 5-10 ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഇവരവിടെ പോകണമെന്ന് പോലുമില്ല. 3 മാസത്തിലൊരിക്കൽ ഡയറക്ടർ ബോർഡ് കൂടണമെന്നുണ്ട്. അതിലിവർ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ ആരും നോക്കുന്നില്ല. രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സിഗ്നേച്ചർ ഉണ്ടാകും. ഇങ്ങനെ അത് ഈസിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി അത് CMRലുമായിട്ട് കരാർ എഴുതി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ ഇതിന് പോലും പോകണ്ട. സിദ്ധരാമയ്യയോട് പറഞ്ഞാൽ മതി, എൻ്റെ മകളുടെ കമ്പനി ബാംഗ്ലൂരുണ്ട് എക്സാലോജിക്ക്, ഒന്ന് ഗവനിച്ചേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധരാമയ്യ, DK ശിവകുമാർ ഇവരൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുന്നു. കർണാടക സർക്കാരിൽ നിന്ന് കോൺട്രാക്ടർ ഇവിടെ ഈ കേരളത്തിൽ ഈ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. കുറേ കൂടെ നന്നായിട്ട് ജസ്റ്റിഫൈ ചെയ്യാം പിണറായി വിജയൻ. എൻ്റെ മകളായതുകൊണ്ട് ഞാൻ പറഞ്ഞു കേരളത്തിൽ ബിസിനസ് ചെയ്യരുത്, പോയി വല്ല കർണാടകത്തിലോ തമിഴ്നാട്ടിലോ എവിടെയെന്ന് വെച്ചാൽ പൊക്കൂ, ഇവിടെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. അങ്ങനെ ഞാൻ വിട്ടു. പിന്നെ അവൾ പോയിട്ട് അവിടെ അവിടുത്തെ സർക്കാരിൻ്റെ കോൺട്രാക്റ്റ് എടുക്കുന്നു, പ്രൈവറ്റ് കമ്പനിയുടെ കോൺട്രാക്റ്റ് എടുക്കുന്നു. ഈ കർണാടകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കേരളത്തേക്കാൾ എത്ര വലുതാണെന്നറിയാം. അതിൽ കറപ്ഷനുള്ള സാധ്യത എത്ര വലുതാണ്, ഭീകരമാണ്. 36,000 crores മറ്റോ ആയിരുന്നു ബാംഗ്ലൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബജറ്റ് ഒരു 10 വർഷം മുമ്പ്. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ പൈസ കിടന്ന് മറിയുന്ന സ്ഥലമാണ് കർണാടക. അവിടെയൊക്കെ ഭംഗിയായിട്ട് ഇത് ചെയ്യാമായിരുന്നു. പക്ഷേ പിണറായിക്ക് സം സോർട്ട് ഓഫ് വെരി പുവർ അഡ്വൈസ് കൊടുത്തു ആരോ. ഇങ്ങനത്തെ ഈ ചീള് കേസൊക്കെ 1.72 crores എന്ന് പറയുന്നത് CPMന് പ്രാതലിന് തികയില്ല ഇപ്പോഴത്തെ കാലത്ത്. ആളുകൾക്ക് നമുക്ക് ഈ 1.72 നമ്മൾ ദരിദ്രവാസികളായതുകൊണ്ട് നമ്മൾ അന്തം വിട്ട് പോകുന്നതാണ്. അവരങ്ങനെയൊന്നുമല്ല. 1.72 ഒന്നും ഒരു എമൗണ്ടല്ല. ഏതെങ്കിലും പാർട്ടിയുടെ എക്രോസ് പാർട്ടി ഞാൻ പറയാം, ഏതെങ്കിലും പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവിനോട് ചോദിക്കുക 1.72 CR, ഇവർ CR എന്നാണ് പറയുന്നത്. ഞാനിത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്താ CR എന്ന് ചോദിച്ചു. അപ്പം തന്നെ മറ്റേ ആൾ പറഞ്ഞു, ചേട്ടൻ പൊളിറ്റിക്സിലില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല, ചില അഭിപ്രായങ്ങളൊക്കെ പറയുന്നതല്ലാതെ ഞാൻ പൊളിറ്റിക്സ്. അതാണ് CR എന്ന് പറഞ്ഞാൽ ക്രോർ. അതിൻ്റെ 12.5 crore എന്ന് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ C ചെറിയ R, ഇതാണ് CR. ഇപ്പോൾ കേരളത്തിൽ ഇവർ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ C ക്യാപിറ്റൽ R ആണ് CR. ഇപ്പോൾ 1.7 CR വായിച്ചത്തെ ഏതെങ്കിലും പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരോട് ചോദിക്കുക 1.7 CR. ഒരാഴ്ചത്തേക്ക് തികയുപ്പാ. ഒരാഴ്ചത്തെ ചിലവാണ് 1.5 കോടി 1.25 കോടി. ഇത് വലിയ തുകയല്ല. അപ്പോൾ പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു അവർ ചെയ്തത് ഈ ഒരു 1.7 crores ഇട്ട് അത് ലെജിറ്റിമേറ്റായി ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തെങ്കിലും അന്വേഷണ സംഗതി വന്നു കഴിഞ്ഞാൽ സംഗതിയുടെ ഇടപാടുണ്ട്, ഇതാ കണക്കുമുണ്ട്, ഇതുണ്ട്. പക്ഷേ ഇത് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുന്നത് അതൊരു കുട്ടിയല്ലേ, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് കൊടുത്തതാണെന്ന്. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോവും. ഇങ്ങനെ പോയേനെ. ഇത് CMRൽ ചെയ്തത് എന്താ, ഇതവരുടെ എക്സ്പെൻസാണ്, ഇതിന് ടാക്സ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് CMRൽ ക്ലെയിം ചെയ്തു. അതിലാണ് ഇവർ കുരുങ്ങിയത്. ഈ 1.72 crores കൂടെ ടാക്സ് CMRലിൻ്റെ എൻഡിൽ അവർ കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രശ്നമേ വരുമായിരുന്നില്ല. ഇതെൻ്റെ എക്സ്പെൻസാണെന്നും അതുകൊണ്ട് അതിന് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടെന്നും ഒരു കണ്ടൻഷൻ എടുത്തു. അതുകൂടാതെ പിന്നെ ഇവർ പിടിച്ച ഡയറി അത് ഇതൊക്കെ ചേർത്തിട്ട് 110 കോടിയോ അങ്ങനെ എന്തോ, അതാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരി 300 ചില്ലാനും കോടിയാണ് അവർ പെനാൽറ്റി അടക്കം ഇൻകം ടാക്സുകാർ ചോദിക്കുന്നത്. താൻ 110 കോടി അടയ്ക്ക്, തന്നെ ജയിലിൽ കയറ്റേണ്ടതാണ്, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സെറ്റിൽമെൻറ്റ്. ശരിക്കും സെറ്റിൽമെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 3 ജഡ്ജിമാരുണ്ട്, ഇത്ര കൊടുക്കാനുണ്ട് ടാക്സ്, ഇത്ര ഇന്ന കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ കള്ളത്തരത്തിൻ്റെ പേരിൽ അവർക്ക് വേണമെങ്കിൽ ജയിലിൽ വിടാം. പക്ഷെ അവർ സാധാരണ ജയിലിൽ വിടാറില്ല. അവർ പറയും ഒരു കാര്യം ചെയ്യും, ആക്ച്വൽ പെനാൽറ്റി 325 കോടിയാണ്, 110 കോടി അടച്ചിട്ട് തീർക്ക്. അപ്പോൾ ഇൻകം ടാക്സ് പറയാം അത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ നിങ്ങൾ ഹൈക്കോടതി കിടന്ന് ചുമ്മാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ കാശിലിടും ഇത്. ഒരു കാലത്തും അയാൾ തരില്ല.
അയാൾ ഹൈക്കോടതിയും പിന്നെ അയാൾ സുപ്രീം കോടതിയിൽ പോകും. ഇപ്പോൾ കിട്ടുന്ന 110 മേടിച്ച് തീർക്കാതെ ഇല്ല പറ്റില്ല. അപ്പോൾ ഇപ്പുറത്തേക്ക് പറയും, ഇവിടെ ഒരു 150 കോടിയാക്കുക, അല്ലെങ്കിൽ തൻ്റെ കുടുംബം അവൻ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന ആളെ. ഇങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്, ശരിക്കും ഇങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട്, അങ്ങനെ എമൗണ്ട് ഉറപ്പിച്ച് അത് സെറ്റിൽമെൻ്റ് ആക്കി സമാധാനമായിട്ട് എല്ലാവരും പോയതാണ്. അതിനിടയ്ക്കാണ് ഈ ഇൻകം ടാക്സ് റീസെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നത്. അതാര് പുറത്ത് വിട്ടു എന്നറിയില്ല. അവനാണ് നമുക്ക് സത്യസന്ധതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടതാണ്. സാധാരണ ഈ സെറ്റിൽമെൻറ്റ് പുറത്തു വരില്ല. ഇതിൽ ഒരു പ്രശ്നം, ഈ പറയുന്ന അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്ന പോലെ കർത്തയുടെ കാശ് വാങ്ങിക്കാത്തവരില്ല എന്നുള്ളൊരവസ്ഥയും കൂടെ ഉണ്ട്. അല്ല, കർത്ത ഇതിൽ പെട്ടുപോയതിൽ ഈ കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനും ഒക്കെയുള്ള വിഷമം ഇതാണ്. ഈ പിണറായി വിജയൻ പെട്ടതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ പാവം ശശിധരൻ കർത്ത ഇതിൽ പെട്ടുപോയി. അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അതിലെല്ലാവർക്കും വിഷമമുണ്ട്. കാരണം ശശിധരൻ കർത്ത കേരളത്തിൽ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ വായിച്ചത്ത് ഇവർക്കൊക്കെ കപ്പം കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തൊഴേണ്ടവരെ തൊഴുതു, കാശ് കൊടുക്കേണ്ടവർക്കെല്ലാം കാശ് കൊടുത്തു. ഞാൻ ഈ CMRL എന്ന് പറഞ്ഞ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോട്ടെ. ഇതാണ് ആ മനുഷ്യൻ ചെയ്ത കുറ്റം. വാസ്തവത്തിൽ CMRL ശശിധരൻ കർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഒരു ഫാക്ടറി തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത മഹാഭാവം. അതിനുള്ള ശിക്ഷയാണ് വയസ്സുകാലത്ത് അങ്ങേര് അനുഭവിക്കുന്നത്, അങ്ങേരും അങ്ങയുടെ കുടുംബക്കാർ. അല്ലെങ്കിൽ നോക്ക്, ഇവർക്കെല്ലാം കൈക്കൂലി കൊടുക്കാതെ ഈ നാട്ടിലെന്തെങ്കിലും നടക്കുമോ? ശശിധരൻ കർത്താവ് എഴുതി വെച്ച ഡയറി ഇവർ വീട്ടിൽ ചെന്നിട്ട് ആ ഡയറി അങ്ങേരുടെ ഫൈനാൻസ് മാനേജറുടെ വീട്ടിൽ നിന്നോ മറ്റോ ഡയറി കണ്ടെടുത്ത് അതിൽ നിന്നാണല്ലേ വിവരമൊക്കെ പുറത്ത് വരുന്നത്. ബാക്കി വ്യവസായികളൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ആ അളിയൻ്റെ വീട്ടിലോ ഒക്കെ കൊണ്ടുപോയി വയ്ക്കും ഡയറി. അങ്ങനെയൊക്കെ അവർക്കും ഉണ്ടാകും. അവർ കൊടുക്കുന്ന കൈക്കൂലി അവർ എവിടെയെങ്കിലും എഴുതി വയ്ക്കും. എത്ര കാശ് വന്നു എത്ര കാശ് പോയി എന്നറിയണ്ടേ? അപ്പോൾ അത് എഴുതി വയ്ക്കണ്ടേ? ഇതൊക്കെ ബാക്കി വ്യവസായികൾ ശ്രദ്ധയോടെ ചെയ്തു. കർത്താവും ശ്രദ്ധയോടെ തന്നെ ചെയ്തു. പക്ഷേ ഒരിടത്ത് വെച്ച് അത് സ്ലിപ്പായിപ്പോയി. അങ്ങനെ സംഭവിച്ചതാണ്.